ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഏതാനും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ലഭ്യമാകുന്നതിന് ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസ് എല്ലാവർക്കും ഓപ്പണായി കിട്ടുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്താൽ ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. പഠനത്തോടൊപ്പം തന്നെ സമാന്തരമായി മോക്ക് ടെസ്റ്റുകളും നടത്തിവരികയാണ്. കഴിഞ്ഞ വർഷം 100 മോക്ക് ടെസ്റ്റുകളാണ് നടത്തിയതെങ്കിൽ ഈ വർഷം ആദ്യം മുതൽ തന്നെ 11 മാസം കൊണ്ട് 140 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. ഈ 140 മോക്ക് ടെസ്റ്റിനുമായി 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ പേയ്മെൻ്റ് അടച്ചതിനു ശേഷം പരീക്ഷ എഴുതുന്ന ആളുടെ പേരും പരീക്ഷ എഴുതുന്ന നമ്പരും രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിൻ്റെ സ്ക്രീൻഷോട്ടുമായി അതേ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യേണ്ടതാണ്. റൂത്ത് 4-ാം അധ്യായമാണ് നാളെ 17-ാം തീയതി മോക്ക് ടെസ്റ്റ് നടത്തുന്നത്. 4-ാമത്തെ മോക്ക് ടെസ്റ്റാണ്. 4-ാം അധ്യായത്തിൽ നിന്ന് 100 ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമാനവാക്യങ്ങൾ ഒരു പ്രത്യേക വീഡിയോയായി ചെയ്യുകയാണ്. കുറച്ചധികം സമാനവാക്യങ്ങൾ ഇതിലുണ്ട്. 15 ചോദ്യോത്തരങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, റൂത്ത് 4-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾക്ക് സമാനമായ തിരുവചന ഭാഗം അല്ലെങ്കിൽ പഴയ നിയമ ഭാഗം. നിയമാവർത്തനം 25:9. 3 വാക്യങ്ങളാണ്. ആ 3 വാക്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൂത്ത് 4:7, 4:8, നിയമാവർത്തനം 25:9. നിങ്ങൾക്കത് ബൈബിളിൽ തന്നെ വായിച്ചു നോക്കാം. 4, 7, 8 വാക്യങ്ങളിൽ പറയുന്നത്, വീണ്ടെടുക്കാനുള്ള അവകാശം നീ ഉപയോഗിച്ചു കൊള്ളുക, എനിക്കത് സാധ്യമല്ല. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം ഇതാണ്. ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരിപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ഇതായിരുന്നു ഇസ്രായേലിലെ നടപ്പ്. അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു തൻ്റെ ചെരിപ്പൂരി. നിയമാവർത്തനത്തിൽ പറയുന്നത്, അവൻ്റെ സഹോദരൻ്റെ വിധവ ശ്രേഷ്ഠന്മാരുടെ സന്നിധിയിൽ വച്ചു തന്നെ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ പാദത്തിൽ നിന്ന് ചെരിപ്പഴിച്ചു മാറ്റുകയും അവൻ്റെ മുഖത്ത് തുപ്പുകയും ചെയ്തതിനു ശേഷം സഹോദരൻ്റെ ഭവനം പണിയാത്തവനോട് ഇപ്രകാരം ചെയ്യും എന്ന് പറയണം. ഇങ്ങനെയാണ് ഈ സമാനവാക്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം. അതിൽ 1-2 ചോദ്യങ്ങൾ കൂടി തയ്യാറാക്കിയിട്ടുള്ളത്. റൂത്ത് 4:7 ബന്ധു എന്നാണ് പറയുന്നത്. ബന്ധു തൻ്റെ ചെരിപ്പൂരി. എന്നാൽ നിയമാവർത്തനം 25:9 എന്താണ് പറയുന്നത്? ആര് ചെരിപ്പൂരി മാറ്റണം എന്നാണ് പറയുന്നത്? സഹോദരൻ്റെ വിധവ. ഇവിടെ റൂത്തും ബോവാസും ബന്ധുവും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ എന്നാണ് പറയുന്നത്. എന്നാൽ നിയമാവർത്തനത്തിൽ പറയുന്നത്, ഒരു സഹോദരൻ മക്കളില്ലാതെ മരിക്കുകയാണെങ്കിൽ അവൻ്റെ വിധവയെ അവൻ്റെ സ്വന്തം സഹോദരൻ സ്വീകരിക്കണം എന്നാണ്. സഹോദരൻ എന്നാണ് പറയുന്നത്. എന്നാൽ റൂത്തിൽ അത് ബന്ധുവാണ്. 3-ാമത്തെ ചോദ്യം, സഹോദരൻ്റെ വിധവ ചെരിപ്പഴിച്ചു മാറ്റണം എന്ന് പറയുന്നതിനോടൊപ്പം മറ്റെന്തുകൂടി ചെയ്യണം എന്നാണ് നിയമാവർത്തനത്തിൽ പറയുന്നത്? അവൻ്റെ മുഖത്ത് തുപ്പുകയും ചെയ്യണം. 4, അവൻ്റെ മുഖത്ത് തുപ്പുകയും ചെയ്തതിനു ശേഷം എന്തു പറയണം? സഹോദരൻ്റെ ഭവനം പണിയാത്തവനോട് ഇപ്രകാരം ചെയ്യും. 5, റൂത്ത് 4:10 സമാനമായ പഴയ നിയമഭാഗം. നിയമാവർത്തനം 25-ന്റെ 5, 6 വാക്യങ്ങൾ. തൊട്ടു മുൻപ് പറഞ്ഞ സമാനവാക്യത്തിൽ ഇനിയും നമുക്ക് കൂടുതൽ സമാനതകളും വ്യത്യാസങ്ങളും കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ആ ഭാഗങ്ങൾ കൂടി നിങ്ങൾ വായിച്ചു പോകണം. റൂത്ത് 4:10 അതിൻ്റെ സമാനവാക്യമായ നിയമാവർത്തനം 25-ന്റെ 5, 6 വാക്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊവാബ്യയും മഹ്ലോന്റെ വിധവയുമായ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു. മരിച്ചവൻ്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളിലൂടെ അത് നിലനിർത്തുന്നതിനും വേണ്ടിയാണിത്. ഇന്ന് നിങ്ങളതിന് സാക്ഷികളാണ്. നിയമാവർത്തനത്തിൽ പറയുന്നത്, സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവിടെ സഹോദരന്മാരാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അവരിൽ ഒരാൾ പുത്രനില്ലാതെ മരിച്ചു പോയാൽ അവൻ്റെ ഭാര്യ അന്യനെ വിവാഹം ചെയ്തുകൂടാ. ഭർത്താവിൻ്റെ സഹോദരൻ അവളെ പ്രാപിക്കുകയും ഭാര്യയായി സ്വീകരിച്ച് ഭർതൃ സഹോദര ധർമ്മം നിർവഹിക്കുകയും ചെയ്യണം. പരേതനായ സഹോദരൻ്റെ നാമം ഇസ്രായേലിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ അവളുടെ ആദ്യജാതൻ അവൻ്റെ പേരിടണം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്.
ഇവിടെ പറഞ്ഞിരിക്കുന്ന ചെറിയ വ്യത്യാസങ്ങളുണ്ട്. റൂത്തിൽ പറയുന്നത് മരിച്ചവൻ്റെ നാമം എന്നാണ്. ന്യായാധിപന്മാരിൽ പറയുന്നത് പരേതനായ സഹോദരൻ്റെ നാമം എന്നാണ്. അപ്പം അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തു നിന്ന് തയ്യാറാക്കിയിരിക്കുന്ന 2 ചോദ്യങ്ങൾ. 6-ാമത്തെ ചോദ്യം, റൂത്ത് 4:10 സമാനവാക്യമായ നിയമാവർത്തനം 25:6 കാണുന്നതുമായ ഒരാശയം. ആദ്യജാതന്, അവളുടെ ആദ്യജാതന് അവൻ്റെ, അതായത് പരേതൻ്റെ പേരിടണം. 7, റൂത്ത് 4:12 സമാനമായ പഴയ നിയമഭാഗം. ഉൽപ്പത്തി 38 27 മുതൽ 30 വരെ വാക്യങ്ങൾ. ആ വാക്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂദായ്ക്ക് താമാറിൽ ജനിച്ച പേരസിന്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവും ആകട്ടെ. അങ്ങനെയാണ് റൂത്തിൽ പറയുന്നത്. ഉൽപ്പത്തിയിൽ പറയുന്നത് അവൾക്ക് പ്രസവ സമയമെടുത്തു, അവളുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. പ്രസവ വേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കൈ പുറത്തേക്ക് നീട്ടി, അവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞ് സൂതികർമ്മിണി അവൻ്റെ കയ്യിൽ ചുവന്ന ഒരു ചരട് കെട്ടി. പക്ഷെ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു. അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. നീ തന്നെത്താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ പേരസ് എന്ന് വിളിച്ചു. പിന്നീട് കയ്യിൽ ചുവന്ന ചരടുമായി അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവന് സേറഹ് എന്ന് പേരിട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും ചോദ്യങ്ങളാണ്. 8, യൂദായ്ക്ക് താമാറിൽ ജനിച്ച പേരസ് എന്ന് റൂത്ത് 4:12 പറയുന്നു. സമാനവാക്യമായ ഉൽപ്പത്തി 38:29 അവന് പേരസ് എന്ന് പേര് വരാൻ ഉണ്ടായ കാരണം പറയുന്നു. എന്താണത്? തന്നെത്താൻ പുറത്തേക്ക് വഴി ഉണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ പേരസ് എന്ന് വിളിച്ചു. തന്നെത്താൻ പുറത്തേക്ക് വഴി ഉണ്ടാക്കി. അങ്ങനെയാണ്. യൂദായും താമാറും തമ്മിലുള്ളൊരു ബന്ധം നമുക്കറിയാം. യൂദായുടെ മകൻ്റെ ഭാര്യയാണ് താമാർ. എങ്ങനെയാണ് താമാറിൽ യൂദായ്ക്ക് പുത്രൻ ജനിക്കുന്നത് എന്നതൊക്കെ ആ ഒരു ഭാഗത്ത് നമുക്ക് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. 9-ാമത്തെ ചോദ്യം, പേരസിൻ്റെ സഹോദരൻ സേറഹ്. 10, റൂത്ത് 4:17 സമാനമായ പഴയ നിയമഭാഗം. 1 സാമുവേൽ 16:1. ആ 2 വാക്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓബദ് എന്നവന് പേരിട്ടു. അവൻ ദാവീദിൻ്റെ പിതാവായ ജസ്സയുടെ പിതാവാണ്. അങ്ങനെയാണ് റൂത്തിൽ പറയുന്നത്. 1 സാമുവേൽ 16:1 പറയുന്നത് കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബെത്ലഹേംകാരനായ ജസ്സയുടെ അടുത്തേക്ക് അയക്കും. അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ്. റൂത്ത് 4:17 ഓബദിൻ്റെ ജനനവും വംശാവലിയുമാണ് പറയുന്നത്. റൂത്തിൽ അവിടെ ഓബദിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. എന്നാൽ 1 സാമുവേൽ 16:1 കാണുന്ന പ്രധാന ആശയം ദാവീദിനെ രാജാവായി തിരഞ്ഞെടുക്കുന്നു. 12-ാമത്തെ ചോദ്യം, റൂത്ത് 4:17 പറയുന്നതും 1 സാമുവേൽ 16:1 പറയാത്തതുമായ ഒരു പേര് ഓബദ്. 13, റൂത്ത് 4:17 1 സാമുവേൽ 16:1 പൊതുവായി കാണുന്ന ഒരു പേര് ജസ്സെ. അവിടെ പൊതുവായി ഒരു പേര് മാത്രമേ കാണുന്നുള്ളൂ, അത് ജസ്സെ എന്നതാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളം ചോദിക്കാം. ആ വചനഭാഗങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു പോയാൽ നമുക്ക് അറിയാം. നിങ്ങൾ അതിലെ പേരുകളൊന്ന് എഴുതി വയ്ക്കുക. റൂത്ത് 4:17 പറയുന്ന പേര് നവോമി, ഓബദ്, ദാവീദ്, ജസ്സെ, ഇങ്ങനെ 4 പേരുകളാണ് പറയുന്നത്. എന്നാൽ 1 സാമുവേൽ 16:1 പറയുന്നത് സാമുവൽ, സാവൂൾ, ജസ്സെ, ഇങ്ങനെ 3 പേരുകളാണ് പറയുന്നത്. ദാവീദ് എന്ന പേര് അവിടെ പറയുന്നില്ല. ദാവീദിനെ കുറിച്ചൊരു സൂചനയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ജസ്സയുടെ അടുത്തേക്ക് അയക്കും, അവൻ്റെ ഒരു മകനെ, അത് ദാവീദിനെയാണ് ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. 1 സാമുവേൽ 16:1 ആരെക്കുറിച്ചാണ് പേര് പറയാതെ ഒരു സൂചന നൽകുന്നത്? അത് ദാവീദിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ സമാനവാക്യങ്ങളിൽ നിന്നും ചോദിക്കാറ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കോവിഡിന് ശേഷമാണ് ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിൾ ആയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം അത് പഴയ അവസ്ഥയിലേക്ക് നല്ല ടഫായിരുന്നു. അടുത്ത വർഷവും നമുക്ക് അതുപോലെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് സമാനവാക്യങ്ങളൊക്കെ നന്നായി പഠിച്ച് പരമാവധി വാക്യങ്ങൾ കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് പോകാൻ എല്ലാവരും പരിശ്രമിക്കുക. ധാരാളം പേര് പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ സാമീഡിയയിലൂടെ പഠിക്കുകയും സമാനവാക്യങ്ങൾ പഠിക്കുകയും വാക്യം പഠിക്കുകയും ഒക്കെ ചെയ്ത് ധാരാളം പേർക്ക് 100 മാർക്ക് ലഭിച്ചിട്ടുണ്ട്.
ധാരാളം പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. 102 മാർക്ക് കിട്ടി, പക്ഷേ 4-ാം സ്ഥാനമേ ഉള്ളൂ, അല്ലെങ്കിൽ 3-ാം സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ 102 മാർക്ക് വാങ്ങിയ ആൾക്ക് 4-ാം സ്ഥാനമേ ഉള്ളൂ എങ്കിൽ അതിൽ കൂടുതൽ മാർക്കുള്ള ആളുകൾ അതിന് മുന്നിലുണ്ട് എന്നാണല്ലോ അർത്ഥം. അടുത്ത വർഷം 100-ൽ 100 മാർക്ക് കരസ്ഥമാക്കുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം. 14 റൂത്ത് 4, 18 മുതൽ 22 വരെ വാക്യങ്ങൾക്ക് സമാനമായ പുതിയ നിയമഭാഗങ്ങൾ മത്തായി 1-ന്റെ 3 മുതൽ 5 വരെ, ലൂക്ക 3-ന്റെ 31 മുതൽ 33 വരെ. ആ വാക്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതെല്ലാം വായിക്കുന്നില്ല. നിങ്ങളത് ബൈബിളിൽ വായിക്കുക. വംശപരമ്പരയാണ് ഇവിടെ പറയുന്നത്. ആളുകളുടെ പേരുകളും ഇന്നയാളുടെ മകൻ, ഇന്നയാൾ, ഇന്നയാളുടെ പിതാവ്, ഇന്നയാൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വായിച്ചു പോകുന്നില്ല. അതിൽ നിന്ന് ഒരു ചോദ്യമേ തയ്യാറാക്കിയിട്ടുള്ളൂ. അതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നിങ്ങൾക്ക് കുറേയധികം ചോദ്യങ്ങൾ തയ്യാറാക്കാം. ഓരോ ആളും ഒരു ചോദ്യമെങ്കിലും തയ്യാറാക്കി കമന്റ് ചെയ്യുക. 15-ാമത്തെ ചോദ്യം, റൂത്ത് 4:18 അമീനാദാബിന്റെ പിതാവ് രാം എന്നാണ് കാണുന്നത്. മത്തായി 1:3 എന്താണ് കാണുന്നത്? ആരാം എന്നാണ്. 1-2 പേര് എനിക്കത് മെസ്സേജും അയച്ചിരുന്നു. 2 സ്ഥലത്ത് ഇങ്ങനെ കാണുന്നു, ഇതിലേതാണ് ശരി? പല പേരുകളും പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായി കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. റൂത്തിൽ എന്ത് പറയുന്നു അതാണ് നമ്മൾ പഠിക്കുന്നത്. ആ പേര് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് കാണുന്നത്, ആ വ്യത്യാസം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക എന്നതാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിൽ നിന്നും ഈ വീഡിയോയിലും പറയുന്നത്. നിങ്ങൾ നന്നായി പഠിക്കുക. നമ്മുടെ പഠന സഹായിയുടെ കാര്യം പറഞ്ഞിരുന്നു. കുറച്ച് പേര് അഡ്വാൻസ് രജിസ്ട്രേഷൻ അയച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയാണ്. എത്രയും വേഗം നിങ്ങൾക്ക് പഠനസഹായി പുസ്തകം ലഭ്യമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനിയും അഡ്വാൻസ് രജിസ്ട്രേഷൻ അടയ്ക്കാൻ താല്പര്യമുള്ളവർ 250 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യുക. അയക്കുമ്പോൾ പ്രത്യേകം പറയേണ്ടതുണ്ട്, ചിലർ 2-3 പുസ്തകത്തിനൊക്കെ ഒന്നിച്ച് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് ആണോ പുസ്തകമാണോ എന്ന കാര്യത്തിൽ നിങ്ങൾ പൈസയുടെ സ്ക്രീൻഷോട്ട് അയക്കുന്നതിനൊപ്പം ഒരു വ്യക്തത കൂടി വരുത്തേണ്ടതുണ്ട്. പുസ്തകമാണെങ്കിൽ അഡ്രസ്സും പിൻകോഡും നിങ്ങളുടെ മൊബൈൽ നമ്പരും കൂടി അതിനോടൊപ്പം വച്ചേക്കണം. മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ പരീക്ഷ എഴുതുന്ന ആളുടെ പേരും നമ്പരും മാത്രം വച്ചിട്ട് മോക്ക് ടെസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ ആണെന്ന് കൂടി അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. വചന പഠനം ധാരാളം പേർക്ക് വലിയ അനുഗ്രഹമാണെന്ന് മെസ്സേജ് ചെയ്യുന്നു. പലരും വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ വിളിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് വചനം വായിക്കുന്നതിലൂടെ പഠിക്കുന്നതിലൂടെ ലഭിക്കും. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.